ബിഗ് ബോസ് മാരി.com നന്നായിട്ടുണ്ട്. എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായാലും സ്ട്രാറ്റജി അല്ല. അനുമോള് കബളിപ്പിക്കുകയായിരുന്നു. എനിക്ക് എന്റെ കാര്യം മാത്രമല്ല അറിയുള്ളൂ. ഞാനും അനുമോളും തമ്മിലുള്ള വിഷയം അത് അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. വേറൊരു മൂന്നാമതൊരാൾ വന്നിട്ട് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്താ? ഇത് അനീഷിന്റെ കളി ആണെങ്കിൽ അവനൊരു ട്രോഫി കൊടുക്കണം. മനസ്സിലായി, റൊമാൻറ്റിക് മൂഡ്. എന്നല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം അത് കണ്ടു. ചിരിച്ച് എന്റെ വട്ടായി പോയി. അനീഷ് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പ്രപ്പോസൽ ചെയ്യുക. കൊള്ളാം. അനുമോളെടുത്ത് അതും അനുമോളെടുത്ത് കേട്ടിട്ടുണ്ട് അതിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അനീഷിന്റെ കളി ആണെങ്കിൽ അവനൊരു ട്രോഫി കൊടുക്കണം. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ നവംബർ 9 നടന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ എവിക്റ്റ് ആയിട്ട് പോയത് എല്ലാവരും തിരിച്ച് ആ ഒരു ഹൗസിലേക്ക് വരുന്നുണ്ട്. അത് പ്രമാണിച്ച് കുറെ പ്രോമോ വീഡിയോസും ഏഷ്യാനെറ്റ് പുറത്തു വിടുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു പ്രോമോ എന്ന് പറയുന്നത് നമ്മുടെ മുൻഷി ഉണ്ടല്ലോ, മുൻഷി രഞ്ജിത്ത്. മുൻഷി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അനീഷിനെ കണ്ട ഉടനെ തന്നെ കൈ കൊടുക്കുകയും എന്നിട്ട് കെട്ടിപ്പിടിച്ച് ബിഗ് ബോസ് മാരി.com എന്ന് പറയുന്ന ഒരു കമന്റ് അടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്താ പറയണത്, സ്ട്രാറ്റജിയുടെ ഭാഗമാണെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി നമ്മുടെ അനീഷിന്റെ അടുത്ത് പറയുന്നത്. അത് സ്ട്രാറ്റജി ഒന്നല്ല എന്ന് അനീഷ് എടുത്ത് പറയുന്നതിന്റെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ നമ്മുടെ മുൻഷി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്നെ അനുമോള് കബളിപ്പിക്കുകയായിരുന്നു എന്ന്. എന്തായാലും അനീഷിന് അത്തരത്തിലുള്ള ഒരു ടോക്ക് അവിടെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതി തന്നെയായിരുന്നു. അതായത് അനീഷ് ഉടനെ പറഞ്ഞെങ്കിൽ എനിക്ക് എന്റെ കാര്യം മാത്രമേ അറിയാവൂ, അനുമോളും തമ്മിലുള്ള വിഷയം അത് അവിടെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി, ഇനി മൂന്നാമതൊരാൾ വന്നിട്ട് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മുടെ അനീഷ് എടുത്ത് പറയുന്നുണ്ട്. ശരിക്കും ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ശരിയാണല്ലേ, അനീഷ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഇനി അതിനെ ചൊല്ലി മൂന്നാമതൊരാൾ വന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമല്ല അല്ലെ. അത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു അനീഷ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അനീഷ് ഇവിടെ പറഞ്ഞത് ഒരു കാര്യമുണ്ടല്ലോ, അനീഷ് ഇവിടെ പറഞ്ഞത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ചായിരുന്നു. ആ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ ഈ ഒരു പ്രൊപ്പോസൽ വീഡിയോ 3-3.5 കോടി ജനങ്ങളാണ് കണ്ടിരിക്കുന്നത്. അല്ലാതെ അവര് സ്വകാര്യമായിട്ട് സംസാരിച്ച ഒരു കാര്യമല്ല. ഇതിപ്പം അനീഷ് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് വന്നിട്ടാണ് ഇത്തരത്തിലൊരു സംസാരം അനുമോളായിട്ടൊക്കെ സംസാരിച്ച് ഇതുപോലെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യം മൂന്നാമതൊരാൾ പിന്നീടേ അറിയത്തുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു ടൈമില് വേറൊരാൾ വന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് മൂന്നാമതൊരാൾ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുക. പക്ഷെ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് ഫിനാലെ വീക്കിൽ തന്നെ അനീഷ് തന്റെ ആ ഒരു പ്രപ്പോസൽ അറിയിച്ച സമയത്ത് എല്ലാവരും ഇടപെടും. കാരണം എല്ലാവരും അറിഞ്ഞ ഒരു സംഭവമാണ് അല്ലേ. എന്തായാലും ഇവിടെ മുൻഷി രഞ്ജിത്ത് ഇവിടെ അനീഷിനോട് ചോദിച്ചത് അത് ശരിക്കും ഒരു സ്വകാര്യമായിട്ടുള്ളൊരു വിഷയമാണെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും അറിഞ്ഞ കാര്യം, അതും അനീഷ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാണ് ഈ ഒരു പ്രപ്പോസൽ നടത്തിയത്. അത് ഏഷ്യാനെറ്റ് മിനിറ്റ് വെച്ച് തന്നെയായിരുന്നു ആ ഒരു വീഡിയോ ഇറക്കിയതും. ശരിക്കും ഈ ഒരു പ്രപ്പോസൽ ഈ ഒരു ഷോയ്ക്ക് അകത്ത് വെച്ച് പറയുമ്പോൾ അനീഷ് പറയുമ്പോൾ അത് ഒരു ഗെയിം ആയിട്ട് കാണാനേ മിക്കവർക്കും കരുതുള്ളൂ. കാരണം അത് റിയൽ ആണ് എന്ന് പറഞ്ഞാൽ അത് അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് മേ ബി ഒരു സ്ട്രാറ്റജി തന്നെ ആയിരിക്കും. ഇതിനാണ് അനുമോൾക്ക് PR-ന്റെ ആവശ്യകത. ഇവിടെ ഇത്രയധികം ഓൺലൈൻ ചാനൽസ് ഉണ്ട്. ഇവരൊക്കെ ഇതിന് മുൻപ് എത്രയധികം പരിപാടികൾക്ക് ഇതുപോലെ അനുമോൾ ഇതുപോലെ വന്ന് അറ്റൻഡ് ചെയ്ത് പോയി ഇനോഗ്രേഷൻ പരിപാടികൾ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ മാജിക് എന്നുള്ള ഷോ ചെയ്യുന്ന സമയത്ത് അനുമോള് കേരളത്തിന് മാത്രമല്ല പുറത്തും വിദേശത്ത് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇനോഗ്രേഷൻ സ്ഥലത്ത് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. ഇപ്പം സുരഭീൻ സുഹാസിനി എന്നുള്ള ഷോ ദാറ്റ് വാസ് എ ഹിറ്റ്. കോമെക്സ് ടിവിയിൽ ജീവന്റെ കൂടെ ചെയ്തിരുന്ന ആ ഒരു വെബ് സീരീസ് ദാറ്റ് വാസ് എ ഹിറ്റ്. സ്റ്റാർ മാജിക് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിച്ചിരിക്കുന്നതും ഇത്രയധികം ആരാധകരുണ്ടായിട്ടുള്ളതും ഒരു ലക്ഷ്മിയെ പോലെ തന്നെ എന്താ പറയുക അനുമോൾക്കും തന്നെയാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ അനുമോൾക്ക് ഹ്യൂജ് ഫാൻ ഫോളോയിങ് കേരളത്തിലുടനീളം പുറത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ട്. എന്റർടൈനർ പ്രൂവ് ചെയ്ത ഒരാളാണ്. കേരള സംസ്ഥാന അവാർഡ് നടിക്കുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ്. സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. യൂട്യൂബ് ചാനലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഫാൻ പേജസ് ഉണ്ട്. ഇത്രയധികം ആരാധക വ്യക്തിയാണ് അനുമോൾ. ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഈസ് ദേർ ഇൻ ബിഗ് ബോസ്. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അനുമോളിൽ വരാൻ നിസ്സംശയം വരാനുള്ള വലിയ കാരണം ഇത്രയധികം പിന്നെ ഈ അനീഷ് പറയുന്നത് അനീഷിന് PR ഇല്ലെന്ന്. പക്ഷെ ഞങ്ങൾ അനീഷിന്റെ അതായത് വീടിരിക്കുന്ന സ്ഥലത്തൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അനീഷിനെ അറിയില്ല. പക്ഷെ അനീഷിന്റെ വീടിന്റെ സ്ഥലത്തൊക്കെ 2-3 പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അതല്ലാതെ അനീഷിനെ ആർക്കും അറിയില്ല. അങ്ങനെ വെളിയിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല അനീഷ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. അനീഷിനെ അവിടെ ആരും അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ അപ്പോഴാണ് ചിന്തിച്ചത് ഈ PR-ന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ്. നന്നായിട്ട് അവിടെ കളിക്കുന്നതുകൊണ്ടായിക്കൂടെ
ആയിക്കൂടെ. ആകാം. അപ്പൊ അത് കണ്ടിട്ട് പുള്ളി അങ്ങനെ constant ആയിട്ട് ഇതിപ്പോ ആദ്യം തൊട്ട് ഒരാൾക്കെതിരെ എന്ന് പറയുമ്പോൾ അനീഷിനെതിരെ എനിക്ക് തോന്നുന്നു ആ വീട്ടിലെല്ലാവരും എപ്പോഴും മിക്കപ്പോഴും അനീഷിനെതിരെ ഒരു ഫൈറ്റ് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട്. അതല്ലെങ്കിൽ അനീഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ PR ചെയ്യുന്നവർ ബാക്കിയുള്ളവർ PR ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫൈറ്റൊക്കെ പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ആർമി ക്രിയേറ്റ് ആവുന്നതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ സാധാരണക്കാരിൽ നിന്ന് പോയി ജനപ്രതിനിധിയായിട്ട് ഒരാൾ പോയതല്ലേ, അതിന്റെ സപ്പോർട്ട് എന്തായാലും പുള്ളിക്ക് കാണാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണും. പിന്നെ അനീഷ് നല്ലൊരു പ്ലെയർ ആണ് എനിക്ക് തോന്നിയിട്ട്. അതിനിടയിലാണ് മറ്റൊരു സംഭവം അരങ്ങേറുന്നത്. ബിഗ് ബോസ് ഹൗസിലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ വിജയിച്ച നൂറ ഫൈനൽ 5-ൽ എത്തി എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ നൂറ ഫൈനൽ 5-ലല്ല, ഫിനാലെ വീക്കിലാണ് എത്തിയതെന്ന് ബിഗ് ബോസ് മോഹൻലാലും വ്യക്തമാക്കി. 6ാം എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം കൃത്യമായിട്ട് നൂറയോട് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നൂറ അത് കേട്ട് സമ്മതിക്കുകയാണെങ്കിലും പക്ഷെ പിന്നീട് പിന്നീട് താൻ ആ ഒരു തീരുമാനത്തിൽ തൃപ്തിയല്ല എന്ന് നൂറ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഞായറാഴ്ചയിലെ വാരാന്ത്യ എപ്പിസോഡിന് ശേഷമാണ് നൂറയുടെ ഈ സങ്കടം പറച്ചിലും. ലിവിംഗ് റൂമിലെ സോഫയിലെ അനുമോൾക്കും ആദിലയ്ക്കും ഒപ്പം ഇരുന്നാണ് നൂറ തന്റെ അനിഷ്ടം തുറന്നു പറയുന്നത്. ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിയാണ് ടിക്കറ്റ് ഫിനാലെ എന്ന സംഭവത്തിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇമ്മ്യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നോ എനിക്കറിയില്ല എന്ന് നൂറ പറയുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കേണ്ട, അത് കഴിഞ്ഞില്ലേ എന്നാണ് ആദില മറുപടിയും പറയുന്നത്. എന്നാലും ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നാണ് ആലോചിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. എന്ത് ഇമ്മ്യൂണിറ്റിയോ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി. ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും ചത്ത് ചെയ്തത്? നമ്മൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണമല്ലോ, അത്രയും ചത്ത് കിടന്നല്ലേ ചെയ്തത് നൂറ പറയുകയാണ്. എന്തായാലും ആളുകൾ എഫർട്ട് കണ്ടിട്ടുണ്ടെന്നും അതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ആദില പറയുന്നുണ്ടെങ്കിലും നൂറ അതിൽ തൃപ്തിയല്ല. എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ ഫിനാലെ വീക്ക് തന്നെയാണ്. അതായത് ഈ ഒരു ഷോയുടെ അവസാന ആഴ്ച എന്ന് വേണം പറയാൻ. നവംബർ 9-നാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. മണി വീക്കിലെ റിസ്കി ടാസ്കുകൾക്ക് പുറമെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നല്ലോ. അതായത് അനീഷ് അനുമോൾ കോംബോ, ഫിനാലെ വീക്ക്, മിഡ് വീക്ക് എവിക്ഷൻ സാധ്യത, നൂറ ഫിനാലയിലെ, ഇതൊക്കെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 7 മത്സരാർത്ഥികളിൽ ഇവരാണ്. അനീഷ്, അനുമോള്, അക്ബർ, ഷാനവാസ്, ആദില, നെവിൻ, നൂറ. ഇതിലെ ഒരാളാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-ലെ വിന്നർ എന്ന് പറയുന്നത്. ഈ മണി വീക്കിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആര്യൻ. ആര്യൻ പുറത്തായതോടെയാണ് ആരാകും വിജയി എന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അനീഷ് അനുമോളോട് തന്റെ സ്നേഹം തുറന്നു പറഞ്ഞതും അത് വീടിനകത്തും പുറത്തും വലിയ ചർച്ചയായതും ഈയിടെ നടന്ന പ്രധാന സംഭവം തന്നെയാണ്. കൂടാതെ മണി വീക്കിലെ റിസ്കി ടാസ്കിലെ ഏറ്റവും കൂടുതൽ പണം നേടിയത് അനുമോൾ തന്നെയാണ്. വെറും 1 മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കാറിൽ നിന്ന് നോട്ടുകെട്ടുകൾ ശേഖരിച്ച് മടങ്ങിയെത്തണം. സമയം കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നതായിരുന്നു ആ ഒരു ടാസ്കിന്റെ ഏറ്റവും വലിയ അപകടം. നേരത്തെ അച്ചടക്ക ലംഘനത്തിന് ബിഗ് ബോസ് മണി ടാസ്കിൽ നിന്ന് വിലക്കിയ നെവിന് മോഹൻലാൽ പിന്നീട് ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ അവസരവും നൽകി. ഇതോടെ നെവിന് 50,000 രൂപ നേടി. ഈ മണി വീക്കിൽ മത്സരാർത്ഥികൾ നേടിയ ആകെ തുക സീസണിലെ വിജയിക്ക് ലഭിക്കുന്ന സമ്മാന തുകയായ 50 ലക്ഷം രൂപയിൽ നിന്ന് കുറയും. എന്നാലും വിജയിയുടെ സമ്മാന തുകയിൽ നിന്ന് പണം കുറച്ചതിനെതിരെ ഈ അനീഷും അനുമോളും ഒഴികെയുള്ള മത്സരാർത്ഥികൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മിഡ് വീക്ക് എവിക്ഷൻ സാധ്യത ഫിനാലെ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മോഹൻലാൽ സൂചനയും നൽകിയിട്ടുണ്ട്. ഫിനാലെ വീക്ക് ആയതുകൊണ്ട് തന്നെ ഷോയിലെ മുൻ മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. ശരത് തപ്പാനിയാണ് ആദ്യമായിട്ട് BB വീട്ടിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുന്നത്. മുൻ മത്സരാർത്ഥികൾ പ്രവേശിക്കുന്നതിന്റെ പ്രോമോ പുറത്തുവിട്ടിട്ടുണ്ട് ഏഷ്യാനെറ്റ്. ശരത്തിന് പിന്നാലെ കലാഭവൻ സരിക, ശാരികയും അകത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു പ്രോമോയിൽ മുൻഷി രഞ്ജിത്തും ബിൻസി, ശൈത്യ തുടങ്ങിയവർ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. 1-ാം ദിവസം മുതൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവരെ ബിഗ് ബോസിൽ വെച്ച് തന്നെ വീണ്ടും കാണാനും സൗഹൃദം പുതുക്കാനും കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ് മത്സരാർത്ഥികളെല്ലാം തന്നെ. ഞായറാഴ്ചത്തെ എപ്പിസോഡിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന സാബുമാനാണ് എവിക്റ്റ് ആയത്. കഴിഞ്ഞ ആഴ്ച അടിയും വഴക്കും ഒന്നുമില്ലാതെ വളരെ രസകരമായ നിമിഷങ്ങൾ പങ്കിട്ടാണ് മത്സരാർത്ഥികൾ മുന്നോട്ട് പോയത്. മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീസണിലെ ആരായിരിക്കും വിജയി എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കാത്ത ഒരു നിലയിലാണ് ഇപ്പോഴത്തെ മത്സരാർത്ഥികളുടെ ജനപ്രീതി എന്ന് പറയുന്നത്.